നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ബജറ്റ് പ്രഖ്യാപനങ്ങളും റിസർവ് ബാങ്കിന്റെ പലിശ ഇളവും പ്രയോജനപ്പെടുത്താം. ഭവന നിർമ്മാണ മേഖലയ്ക്കും ഭവന വായ്പാ രംഗത്തും ഗുണകരമായ സാമ്പത്തിക നയങ്ങളും സംഭവ വികാസങ്ങളുമാണ് 2025 കേന്ദ്ര ബജറ്റിലൂടെയും റിസർവ് ബാങ്കിന്റെ പലിശ ഇളവിലൂടെയും സംജാതമായിരിക്കുന്നത്. പ്രമുഖ ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയവർ ഭവന വായ്പകൾക്ക് ഇതിനോടകം പലിശ നിരക്കുകൾ കുറച്ചിരിക്കുന്നു. വീടും പാർപ്പിട സമുച്ചയങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ട ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ രാജ്യത്ത് ആശാവഹമായ പുരോഗതി കണ്ടു തുടങ്ങിയിരിക്കുന്നു. പാർപ്പിട മേഖലയുമായി ബന്ധപ്പെട്ട സിമന്റ്, സ്റ്റീൽ തുടങ്ങിയ 200ഓളം അനുബന്ധ മേഖലകൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. നിലവിൽ ഭവന വായ്പ ഉള്ളവർക്കും ഭവന വായ്പ എടുത്ത് പാർപ്പിടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. മിച്ച വരുമാനം പാർപ്പിടങ്ങളിൽ മുതൽ മുടക്കണം. വരുമാനം ചെലവാക്കുന്നതിലും നിക്ഷേപം നടത്തുന്നതിലും വ്യക്തികളുണ്ടായിരിക്കുന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച പുതിയ നികുതി ക്രമത്തിൽ നികുതി സൗജന്യം ലഭിക്കുന്ന വരുമാന പരിധി മുമ്പെങ്ങും ഉണ്ടാകാത്ത രീതിയിൽ കേന്ദ്ര ബജറ്റിൽ ഉയർത്തി. അസ്വാഭാവിക നിയന്ത്രണത്തിലോ നിക്ഷേപങ്ങളുടെ നികുതി ഒഴിവാക്കാൻ പണം മാറ്റിവെക്കേണ്ട ഗതികേടും കുറഞ്ഞു. 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് എടുത്തുപയോഗിക്കാൻ പാകത്തിന് നികുതി നിയന്ത്രണങ്ങളില്ലാതെ സാമ്പത്തിക വിഭവങ്ങൾ കയ്യിൽ വരുന്ന അവസ്ഥയാണ് കുടുംബങ്ങളിൽ. ഉയർന്ന വരുമാനക്കാർക്കും നികുതി ബാധ്യതകൾ പരിഷ്കരിച്ചതിലൂടെ കൂടുതൽ മിച്ച വരുമാനം വ്യത്യസ്ത ആസ്തികളിലൂടെ വിന്യസിക്കാനാവും. ഇത്തരത്തിൽ മികച്ച വരുമാനം കയ്യിൽ വരുന്നതോടെ വാടക വീടുകളിലും മറ്റും താമസിക്കുന്ന കുടുംബങ്ങൾ സ്വന്തമായി പാർപ്പിടം ഉണ്ടാക്കുന്നതിന് മുന്നോട്ട് വരണം. പരിമിത സൗകര്യങ്ങളോടെ താമസിക്കുന്നവർക്ക് മെച്ചപ്പെട്ട വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാം. ഭവന വായ്പകളുടെ ലഭ്യത കൂടും. മിച്ച വരുമാനത്തോടൊപ്പം ബാങ്കുകളിൽ നിന്നും താങ്ങാനാകുന്ന പലിശയ്ക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന ഭവന വായ്പകൾ കൂടി ഉപയോഗപ്പെടുത്തിയാൽ ഭൂമി വാങ്ങുന്നതിനും പാർപ്പിടം നിർമ്മിക്കുന്നതിനും ഫ്ളാറ്റ് വാങ്ങുന്നതിനുമൊക്കെ ഏവർക്കും സാധ്യമാകും. റീപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് വരുത്തിയ 0.5% കുറവ് ഭവന വായ്പക്കാർക്ക് പലിശ കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഡിസംബറിൽ ക്യാഷ് റിസർവ് അനുപാതം റിസർവ് ബാങ്ക് കുറയ്ക്കുക വഴി വായ്പകൾ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശം അധിക സാമ്പത്തിക വിഭവങ്ങളും ലഭ്യമായി. അർഹത ഉയരും. 1 ലക്ഷം രൂപ വരെ മാസവരുമാനമുള്ള വ്യക്തികൾക്ക് നിയന്ത്രണങ്ങളില്ലാതായതോടെ വായ്പ അർഹത വർദ്ധിക്കും. പുതിയ നികുതി നിരക്കുകൾ പ്രകാരം നികുതി ലാഭിക്കുക വഴി മാസം തോറും ചുരുങ്ങിയത് 10,000 രൂപയുടെ അധിക മിച്ച വരുമാനം ഉണ്ടാക്കും. ഇത്തരം കുടുംബങ്ങൾക്ക് വായ്പയ്ക്കുള്ള അർഹത ചുരുങ്ങിയത് ഇപ്പോഴുള്ളതിനേക്കാൾ 10 ലക്ഷം രൂപ വരെ ഉയരും. രണ്ടാം ഭവനം യാഥാർത്ഥ്യമാക്കാം. സ്വന്തമായി വീടുള്ളവർക്ക് പോലും രണ്ടാമതൊരു പാർപ്പിടത്തെക്കുറിച്ച് ആലോചിക്കാവുന്ന സമയമാണിത്. രണ്ടാമത്തെ പാർപ്പിടത്തിന് സാങ്കല്പികമായി വാടക വരുമാനം കണക്കാക്കി ആദായ നികുതി നൽകേണ്ടതെന്ന നിബന്ധന പുതിയ ബജറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനു വാടക ഇനത്തിൽ സ്രോതസ്സിൽ നികുതി ചുമത്തുന്ന പരിധി 1 വർഷം 6 ലക്ഷം രൂപയായി ഉയർത്തിയത് മാസം തോറും 50,000 രൂപ വരെ വാടക വരുമാനം ഉള്ളവർക്ക് ആദായ നികുതി ആശങ്കകളില്ലാതെ രണ്ടാമത്തെ പാർപ്പിടം നിർമ്മിക്കാൻ പ്രേരണ ആകും. നിലവിൽ വായ്പകൾ എടുത്തിട്ടുള്ളവർ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് EBLR, ഡിപ്പോ ലിങ്ക്ഡ് ലെഡിറ്റി റേറ്റ് RPLPR എന്നിവ അടിസ്ഥാനമാക്കി ഭവന വായ്പയ്ക്ക് പലിശ നിശ്ചയിച്ചിരിക്കുന്ന ബാങ്കുകൾക്കാണ് തങ്ങളുടെ ഭവന വായ്പാ നിരക്കുകൾ 25 ബേസിസ് പോയിന്റുകൾ കുറച്ചിട്ടുള്ളത്. MCLR, BPLR തുടങ്ങിയ അടിസ്ഥാനപ്പെടുത്തി നൽകിയിട്ടുള്ള ഭവന വായ്പകളിൽ കുറവുണ്ടായിട്ടില്ല. പലിശ നിരക്കുകൾ കുറയുമ്പോൾ തുല്യ മാസത്തവണകളിൽ കുറവ് വരുത്തുകയോ തവണത്തുക അതേപോലെ നിർത്തി വായ്പാ കാലാവധി കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോഴത്തെ വായ്പകളുടെ കാലാവധിയിൽ 3-1 അതിൽ കൂടുതലോ ബാക്കി നിൽക്കുന്ന വായ്പകൾ 0.25% കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റാനായാൽ ഗുണകരമാണ്. 0.25% പലിശക്കുറവ് കിട്ടിയാൽ EMI തുക ഇപ്പോഴത്തെ നിരക്കിൽ തന്നെ നിർത്തി തിരിച്ചടവ് തവണകളുടെ എണ്ണം ചുരുക്കിയത് 10 മാസം കുറയ്ക്കാം. എടുത്തിട്ടുള്ള അധികമാകാത്ത വായ്പകൾ, ഉയർന്ന തുകയ്ക്കുള്ള വായ്പകൾ, ദീർഘകാലാവധിയുള്ള വായ്പകൾ എന്നിവയിലൊക്കെ പലിശക്കുറവിന്റെ ആനുകൂല്യം കൂടുതൽ പ്രകടമാകും. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.